എവരിവൺ, ഇപ്പൊ എല്ലാവരും ഒരു ടെൻഷനിലായിരിക്കും അല്ലേ? യെസ്, നിങ്ങൾ ആദ്യമായിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോവാണ്. അതായത് +1 കയറിയിട്ട് ഒരു ഗവൺമെന്റ് നടത്തുന്ന ആദ്യത്തെ എക്സാം ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടൊരു ടെൻഷനും അതിൻ്റെതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റും എല്ലാവർക്കും ഉണ്ടാവുമെന്ന് മിസ്സിനറിയാം. അതിന്റെ കൂടെ തന്നെ വേറൊരു ടെൻഷനൂടെ കാണും. എന്ത് പഠിക്കും, എവിടുന്ന് പഠിക്കും, എങ്ങനെ തുടങ്ങും, എന്തൊക്കെ പഠിക്കണം, ഇഷ്ടം പോലെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. സെക്കൻഡ് ടൈം ആകെ കൂടെ 5 ചാപ്റ്റേഴ്സ് ആണ് ഫുൾ ഉള്ളത്. അതിന്റെ കൂടെ തന്നെ ഫസ്റ്റ് ടൈമിലുള്ള 2 ചാപ്റ്റേഴ്സിൽ നിന്നും കൂടെ ക്വസ്റ്റ്യൻ എന്തായാലും സെക്കൻഡ് ടൈമിന് ഉണ്ടാവും. പഠിക്കാനായിട്ട് ഇതുവരെ ചിലപ്പോൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവും, ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും. അങ്ങനെ ഒരു എന്താ പറയാ, മൊത്തത്തിൽ കുറേ ടെൻഷൻസ് ഒക്കെ ആയിട്ടിരിക്കുന്ന കുറേ മക്കൾ ഉണ്ടാവും എന്ന് അറിയാം. അപ്പോ ചിലപ്പോൾ നിങ്ങളിപ്പോ ചില ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കണം. ഇത് ഫസ്റ്റ് ടൈമിലുള്ള ചാപ്റ്റർ അല്ലേ, ഈ ചാപ്റ്റർ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഇത് സ്കിപ്പ് ചെയ്തേക്കാം. അല്ലെങ്കിൽ സെക്കൻഡ് ടൈമിലുള്ള ചില കുഞ്ഞ് ചാപ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ ഇത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഇത് സ്കിപ്പ് ചെയ്ത് വിട്ടേക്കാം, അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ അങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മക്കളെ ഈ ഒരു വീഡിയോ. അപ്പൊ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ സെക്കൻഡ് ടൈം എക്സാമിന് ഈ ഉള്ള ഫുൾ ചാപ്റ്റേഴ്സ്, അതായത് 7 ചാപ്റ്റേഴ്സിൽ നിന്നും എന്തൊക്കെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്, അതായത് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആൻഡ് ഈ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ പോർഷനിൽ നിന്ന് മാത്രമേ എക്സാമിന് ക്വസ്റ്റ്യൻ വരുള്ളൂ, ഇത് മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഫുൾ മാർക്ക് ഫുൾ സെറ്റ്. അങ്ങനെയല്ല, നമുക്ക് ഫുൾ മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാ പോർഷൻസും കവർ ചെയ്ത് പോകണം. ഇവിടെ മിസ് എന്താണ്, നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട, അല്ലെങ്കിൽ ഈ ഒരു പോർഷൻസിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവുക. അങ്ങനെയുള്ള ഏരിയാസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഡേറ്റ ആൻഡ് ഇൻഫോർമേഷൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ്. നമ്പർ കൺവേർഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് കേട്ടോ. നമ്പർ കൺവേർഷൻ ആ ഒരു ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാമിന് ഉണ്ടാവും. അത് ചിലപ്പം വലിയ, അതായത് നിങ്ങൾക്ക് എസ്എം പോലത്തെ രീതിയിലൊന്നും ചോദിക്കണമെന്ന് നിർബന്ധമില്ല. അതിന് പകരമായിട്ട് ഷോർട്ട് ആൻസേഴ്സ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു നമ്പറിനെ കൺവേർട്ട് ചെയ്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ആയിരിക്കും നമ്പർ കൺവേർഷൻ എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ബൈനറി അഡീഷൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതും ഇതുപോലെ തന്നെ 2 മാർക്കിനോ മറ്റോ ആയിരിക്കും ഉണ്ടാവുക. ഡേറ്റ റെപ്രസെന്റേഷനിൽ ഏറ്റവും മെയിൻ ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് ഡേറ്റ നമ്പർ റെപ്രസെന്റേഷൻ ആ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പോർഷൻ തന്നെയാണ്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ആസ്കി കോഡിനെ കുറിച്ച് പറയുന്ന പോർഷൻസ് ഒക്കെ ഉണ്ട് ഈ ഡേറ്റ റെപ്രസെന്റേഷൻ. ആ ഒരു പോർഷൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഇനി സെക്കൻഡ് ചാപ്റ്റർ കമന്റ്സ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ഫുൾ തിയറി ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ മെയിൻ ആയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്തൊക്കെയാന്ന് നോക്കിക്കേ. പെരിഫറൽ ആൻഡ് പോർട്സ്, പോർട്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാംസിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ പെരിഫറൽസ് ആൻഡ് പോർട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് മെമ്മറിനെ കുറിച്ച് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ്, ഇപ്പോൾ ഒരു ഡിവൈസിന്റെ ഫോട്ടോ തന്നിട്ട് ഇത് ഏത് ഡിവൈസ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ചിലപ്പോൾ ഒരു 5 ഔട്ട്പുട്ട് ഡിവൈസസിനെ കുറിച്ച് എഴുതാനായിട്ടൊക്കെ നമുക്ക് എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ ഇ വേസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ പോർഷൻ ആട്ടോ. ഇ വേസ്റ്റ് എന്ന് പറയുന്നത് കുറേ അധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇ വേസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ ഇ വേസ്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിച്ചോളുക. ആൻഡ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളതും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളതും ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് മിസ് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. യെസ്, എന്തൊക്കെയാണ് അപ്രോച്ചസ് ഇൻ പ്രോബ്ലം സോൾവിംഗ്. ആദ്യത്തെ കാര്യം നമ്മുടെ ടോപ്പ് ഡൗൺ ഡിസൈനും അതൊക്കെ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, പഠിച്ചിട്ടേ പോകാവുള്ളൂ. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ അത്. ദ അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്. അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ടിൽ നിന്ന് ഒരു പ്രോഗ്രാം എങ്കിലും നിങ്ങളോട് ഞാൻ ചോദിക്കും. ഒരു ഫ്ലോ ചാർട്ടെങ്കിലും ചിലപ്പം ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഒരു ഫ്ലോ തന്നിട്ട് അതിന്റെ അൽഗോരിതം എഴുതാനോ അല്ലെങ്കിൽ ഒരു അൽഗോരിതം തന്നിട്ട് അതിന്റെ ഫ്ലോ ചാർട്ട് എഴുതാനോ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട് മറക്കാതെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ ഡീബഗ്ഗിംഗ് എന്താണ്, ഡീബഗ്ഗിംഗ് എന്താണെന്നുള്ളത് എഴുതാൻ പഠിക്കുക. 2 മാർക്ക് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഡോക്യുമെന്റേഷൻ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. അതും 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്.
ഇനി നമ്മുടെ 4th ചാപ്റ്റർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള പോർഷൻ ആണ് ടോക്കൺസ്. ടോക്കൺസിനകത്തുനിന്ന് എവിടെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക്, 5 ലെവലിലും നിങ്ങൾക്ക് എന്തുണ്ടാവും, ടോക്കൺസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ടോക്കൺസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് കേട്ടോ. ദെൻ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് എന്താണ് എന്നുള്ളത് അതും ഒന്ന് പഠിച്ചു വെക്കുക. IDE എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊന്നും മനസ്സിലാക്കി വെക്കുക. ടോക്കൺസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിച്ചോളുക. ഓരോ ടോക്കൺസ് എടുത്തു ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ ടോക്കൺ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കും. ഇനി നമ്മുടെ ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സിനെ കുറിച്ചിട്ട് ചോദിക്കും. ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് ഇതുപോലെ തന്നെ നമുക്ക് 1 മാർക്ക് 2 മാർക്കിനൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ആൻഡ് അതുപോലെ തന്നെ ചിലപ്പം ലോങ് എസ്സേക്ക് ചോദിക്കാൻസ് ഉണ്ട്. അതിലും കൂടുതലായിട്ട് നേരത്തെ പറഞ്ഞ പോലെ 1 മാർക്ക് 2 മാർക്ക് ഏരിയയിലായിരിക്കും ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ടാവുക. അതായത് ഇപ്പൊ നിങ്ങളോട് ഒരു നമ്പർ സ്റ്റോർ ചെയ്യാൻ അറിയാം, ഒരു എന്താ പറയുക ഡെസിമൽ പോയിന്റ് ഇല്ലാത്തൊരു നമ്പർ ആണെങ്കിൽ ഇത് സ്റ്റോർ ചെയ്യാൻ ഏത് ഡേറ്റ ടൈപ്പ് ആണ് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഓപ്പറേറ്റേഴ്സ് എന്താണ്, ഇതൊക്കെ കൈൻഡ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ പഠിച്ചു വെക്കുക. അരിതമെറ്റിക് ഓപ്പറേറ്റർ ഉണ്ട്, ലോജിക്കൽ ഓപ്പറേറ്റർ ഉണ്ട്, റിലേഷണൽ ഓപ്പറേറ്റർ ഉണ്ട്, അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉണ്ട്, കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. ദെൻ സ്റ്റേറ്റ്മെന്റ്സ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള പല കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അല്ല, ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചൊക്കെ ഒരെണ്ണം ഉണ്ടാവും. കാരണം ഇപ്പോൾ ഒരു മേ ബി നിങ്ങൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോഗ്രാമിനും ഒരു C++ പ്രോഗ്രാം തന്നിട്ട്, അല്ലെങ്കിൽ ഒരു C++ പ്രോഗ്രാമിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് ഇതൊക്കെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇപ്പം ഇൻറ്റ് എ എന്ന് പറഞ്ഞ് ഇൻറ്റ് എ സെമിക്കോളൻ തന്നിട്ട് ഇത് എന്ത് കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ആണ്, അപ്പം നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയുള്ള ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദെൻ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിനകത്ത് മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം സ്ട്രക്ചർ ഓഫ് ദ C++ പ്രോഗ്രാം. C++ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ പഠിച്ചു വെക്കുക. അത് എക്സാമിന് ചോദിക്കും. ഓക്കെ, എന്താ ചോദിക്കുക, നിങ്ങളോട് ചിലപ്പോൾ പറയും C++ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എഴുതി കാണിക്കാനായിരിക്കും പറയുക. അപ്പൊ അത് എഴുതാനായിട്ട് നിങ്ങൾ അറിയിക്കണം. സോ എന്തായാലും C++ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എഴുതാനായിട്ട് പഠിച്ചു വെക്കുക. ദെൻ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ, എങ്ങനെയാണ് ഒരു വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നത്, ടൈപ്പ് മോഡിഫയേഴ്സ് ഏതൊക്കെയാണ്, ടൈപ്പ് കൺവേർഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി പഠിച്ചു വെക്കുക. ആൻഡ് ലാസ്റ്റ് ചാപ്റ്റർ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ സ്റ്റേറ്റ്മെന്റ്സിന്റെയും സിൻടാക്സ് പഠിച്ചു വെക്കുക. സിൻടാക്സ് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല മക്കളെ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും സിൻടാക്സ് ചോദിച്ചിട്ടുണ്ട്. ഒന്നിന്റെ അല്ലെങ്കിൽ വേറൊന്നിന്റെ നമുക്ക് ഇന്നതേ ചോദിക്കുള്ളൂ എന്ന് പറയാൻ പറ്റും. കാരണം ഏതിന്റെ വേണമെങ്കിലും സിൻടാക്സ് ചോദിക്കാം. ആൻഡ് അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വൈൽ ലൂപ്പിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് പറയും നിങ്ങളോട് അത് ഫോർ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സിൻടാക്സ് അറിഞ്ഞിരുന്നാൽ മാത്രമേ അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് എഴുതി വെച്ചാൽ മതി, പക്ഷെ അതിന് സിൻടാക്സ് അറിഞ്ഞിരിക്കും. സോ സിൻടാക്സ് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. വേറെ എന്ത് സ്കിപ്പ് ചെയ്താലും ഈ ഒരു സാധനം സ്കിപ്പ് ചെയ്യരുത്, ഈ ഒരു ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഈ ചാപ്റ്റർ ആണ്. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരിക. ആൻഡ് എസ്സേക്ക് ആയാലും, അതായത് ലോങ് എസ്സേക്ക് ആയാലും ഷോർട്ട് എസ്സേക്ക് ആയാലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഏറ്റവും വെയിറ്റേജ് ഒരു ചാപ്റ്റർ തന്നെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്സ്, സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ഒക്കെ മേ ബി എഴുതാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കണ്ടീഷണൽ ഓപ്പറേറ്റർ, കണ്ടീഷണൽ ഓപ്പറേറ്റർ ആയിട്ട് ഇപ്പൊ ഇഫ് എൽ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് കണ്ടീഷണൽ ഓപ്പറേറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ഇഫ് എൽസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അപ്പൊ മെയിൻ ആയിട്ടും ഇതിന്റെയൊക്കെ സിൻടാക്സ് എങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ദെൻ ഡു വൈൽ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതായത് മേ ബി വൈലിന് നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം തന്നിട്ട് അത് ഡു വൈലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ മെയിൻ ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിൻടാക്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ സ്റ്റേറ്റ്മെന്റ്, ഫോർ സ്റ്റേറ്റ്മെന്റ്. സോ മെയിൻ ആയിട്ട് എനിക്ക് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ള ഒരേ ഒരു കാര്യം പറയുന്നത് ഇതിൻ്റെയൊക്കെ സിൻടാക്സ് അറിഞ്ഞിരിക്കുക.
സിൻടാക്സ് അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ നന്നായിട്ട് തന്നെ എക്സാം എഴുതാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ. ആൻഡ് എന്താണ് ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.